ഹേ ഗൈസ്, എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുത്തായിരുന്നല്ലോ. ആ ഫോണിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സംഭവം നമ്മൾ ഉപയോഗിക്കുന്നു, ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നായിരുന്നു, അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ചെയ്തു. 22 രൂപയാണ് ഞാൻ എടുത്തപ്പോൾ ഉള്ള പ്രൈസ്. അന്നേരം 22 രൂപയ്ക്ക് നല്ലൊരു ഓൾറൗണ്ടർ അടിപൊളി ഒരു ഫോണാണ് എൻ്റെ ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ, ഇതിനകത്ത് നല്ല അടിപൊളി 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ അത് ഫ്ലാഷ് ലൈറ്റ് ആണ്, താഴത്തെ ഒരു സെൻസറാണ്. ഈ അടിപൊളി ക്യാമറയും എല്ലാമാണ് ഈ ഫോണിന് നല്ല ഓവറോൾ ലുക്കും എല്ലാം നൽകുന്നത്. ഇതിപ്പോ ഞാനൊരു അടിപൊളി കേസൊക്കെ ഫോൺ വാങ്ങിച്ചിട്ട് ഇട്ടതിന്റെ ആണ് ഈ പ്രത്യേകതരം. പഴയ ഫോൺ ഇല്ലാത്തതിന് പുതിയ ഫോൺ കിട്ടിയപ്പോൾ കുറെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിക്കാന്ന് വെച്ചു. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റും ഒക്കെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് അമോലെഡ് ഡിസ്പ്ലേ അല്ല, LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. പിന്നെ കുഴപ്പമില്ല, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ഫോൺ നൽകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ബാറ്ററിയാണ് 7000 mAh M10 ബാറ്ററിയാണ് ഈ ഫോണിനകത്ത് വരുന്നത്. പിന്നെ ചൂടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോൺ ചൂടാവുന്ന വലിയ പ്രശ്നമൊന്നും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ അത്യാവശ്യം നല്ല യൂട്യൂബും അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണുന്നതാണ്. വലിയ കുഴപ്പമൊന്നും നമുക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ മോട്ടോ ഫോൺസിന് പ്രത്യേകത മറ്റേ ഉണ്ട്, ഇങ്ങനെ കുലുക്കുമ്പോൾ LED ലൈറ്റ് കത്തുന്ന ആ പരിപാടിയൊക്കെ മോട്ടോ ഫോണിന് ഉണ്ട്. അതൊക്കെ ഉള്ളൂ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പഠിച്ച് വരുന്നതേ ഉള്ളൂ ഈ മോട്ടോ ഫോണ് എടുത്തുകൊണ്ട്. ഞാൻ മറ്റേ ഷൗമി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ പോക്കോ. അത് ഉപയോഗിച്ച് ഇതിനകത്തോണ്ട് മാറിയപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറും എല്ലാം സംഭവങ്ങളും മാറിയാണ് വന്നത്. അന്നേരം ഇതൊന്ന് പഠിച്ചു വരാൻ ഇച്ചിരി സമയം എടുക്കും. പിന്നെ കുഴപ്പമില്ല, ക്യാമറ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ക്യാമറ ഒക്കെയാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ക്യാമറയുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നല്ലോ. ഉണ്ട്, കാണിച്ചു തരാം. നല്ല അടിപൊളി ലൈറ്റിന്റെ വരെ ഈ ക്യാമറയ്ക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ 2K ആണ് ഇതിനകത്ത്, 4K വരെ പോകത്തില്ല. പിന്നെ നമ്മൾ യൂട്യൂബ് എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് വരും, നമുക്ക് 4Kയില് കാണാൻ പറ്റത്തില്ല. മാക്സിമം ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1440p ആണ് ഇതിനകത്ത് ക്വാളിറ്റി വരുന്നത്. ആ ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളി ഫോണൊക്കെയാണ് ഈ മോട്ടോ. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ നമുക്ക് കാഴ്ചവെക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, സ്പീക്കർ ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് ആണ് ഈ ഫോണിന് വരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ഇത് വരുന്നുള്ളൂ. പിന്നെ കൊള്ളാം, ഞാൻ ഇതെല്ലാം കൂടെ നല്ല എല്ലാം നോക്കിയിട്ടാണ് ഈ ഫോൺ എടുത്തത്. ക്യാമറ സ്പെക്കും എല്ലാ പരിപാടിയും നോക്കിയിട്ടാണ്. നമ്മുടെ ആൻഡ്രോയിഡ് വേസ്റ്റ് 16 ആണ് ഇതിനകത്ത്, ആൻഡ്രോയിഡ് 16 ആണ് ഫോൺ വരുന്നത് തന്നെ ഔട്ട് ഓഫ് ബോക്സ്. ഇനി ആൻഡ്രോയിഡ് 17ലോട്ടും അപ്ഗ്രേഡ് വരാം. അത് ലേറ്റ് ആയിട്ടായിരിക്കും എന്ന് അറിയത്തില്ല, ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നിങ്ങളുടെ യൂസർ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അന്നേരം ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.